അത് സ്വന്തം വീട്ടിലെ ആളെ പോലെ തന്നെയുള്ള ഒരു സ്നേഹമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇവിടെ അങ്ങനെ ഒരു കാലിക്കറ്റില് വന്ന് എനിക്കതിന് പ്രത്യേകിച്ച് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ ഞാൻ ഈ അടുത്ത് പറഞ്ഞ് കാലിക്കറ്റിൽ ഒരു സിനിമ ചെയ്തിട്ട് 4 വർഷമായി. എനിക്ക് തോന്നുന്നു എല്ലാം കഴിയും. അല്ല അങ്ങനെയല്ല, എന്ത് പോവും. അപ്പൊ അങ്ങനെ ബിരിയാണി ഞാൻ ബിരിയാണി എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ബിരിയാണിയാണോ? ബിരിയാണി തന്നെ ഞാൻ എപ്പോഴും റഹ്മത്ത് KBC കഴിക്കുന്നില്ല. ഓക്കെ, അമ്മ മെസ്സില് കഴിക്കാറുണ്ട്. അപ്പൊ ഇതിപ്പോ ഫുഡ് ബ്ലോഗറാണ് അല്ലല്ലോ അല്ലേ? പരിപാടി മാറി പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് ചെറുതായിട്ട്. ഞാനിപ്പോ ടെക്നിക്കിന്റെ കാര്യം പറയുന്നില്ല. അപ്പൊ നിങ്ങള് പടം ഇതറിയാലോ, ഇത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഒരു വലിയ സെറ്റപ്പിലൊക്കെ തന്നെ ചെയ്തിരിക്കുന്ന സിനിമയാണ്. എന്റെ ബഡ്ജറ്റ് ബിഗ് ബഡ്ജറ്റ് എന്ന് ശരിക്കും സാധാരണ രീതിയിൽ പറയും, ഞാൻ ആ വാക്ക് യൂസ് ചെയ്യാറില്ലെന്നുള്ളൂ. പക്ഷെ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഇതുപോലൊരു സിനിമ നിങ്ങൾ അതിന് മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. അതുപോലത്തെ ഒരു സ്റ്റൈൽ ഉള്ള സിനിമയാണ്. അതിന്റെ ടെക്നീഷ്യന്മാരാണെങ്കിലും അതിന്റെ ഒരു കഥയുടെ പറച്ചിലാണെങ്കിലും അതിന്റെ ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര നന്നായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഞാനുണ്ട്, പക്ഷെ അതല്ല അല്ലാത്ത ആക്ടേഴ്സ് ഒരുപാട് പേരുണ്ട്, സർപ്രൈസുകളുണ്ട്, സസ്പെൻസുകളുണ്ട്. അപ്പൊ എല്ലാവരും ആ സിനിമ കാണാൻ ശ്രമിക്കാം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ സുഗൂറിന്റെ ഒരു പാട്ട് പാടുക അല്ലേ? സുഗൂർ